നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ചിങ്ങമാസം സമാഗതമായിരിക്കുകയാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചിങ്ങമാസം 1-ാം തീയതി എന്ന ദിനത്തിൻ്റെ പ്രത്യേകതകൾ, ശുഭാശുഭ ഫലങ്ങൾ. ഞാനിവിടെ അകലെ ബോംബെയിലിരുന്നു കൊണ്ടാണ്, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 21-ാം തീയതി ഞാൻ ദുബായിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അതിൻ്റെ ആവശ്യാർത്ഥം ഞാനിപ്പോൾ ബോംബെയിലാണുള്ളത്. ഏതായാലും പുതുവത്സര ആശംസകൾ ഈ മഹാനഗരത്തിൽ വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞാൻ നേരുകയാണ്. നാളെ ഒരു പുത്തൻ വർഷമാണ്. 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. ചിത്രനക്ഷത്രമാണ്. ഒരു ശുഭ ദിനം, ശുഭനക്ഷത്രത്തിൻ്റെ ആരംഭമാണ് ചിങ്ങമാസത്തിൽ നിങ്ങളുടെ മുന്നിലുള്ളത്. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:39. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. നാളെ കഴിഞ്ഞാൽ ഷഷ്ഠി തിഥിയുടെ ആരംഭമാണ്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഉപവാസങ്ങളും സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ ജപങ്ങളുമൊക്കെ ചെയ്ത് നാളെ കഴിഞ്ഞു വരുന്ന ഷഷ്ഠി തിഥിയെ ധന്യമാക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും മക്കൾക്ക് ലഭിക്കട്ടെ. അവരുടെ വിവാഹം, അവരുടെ പഠനം, അവരുമായി ബന്ധപ്പെടുന്ന സന്താന വിഷയങ്ങളൊക്കെ തന്നെ അനുകൂലമായി ഭവിക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി വളരെ നിർബന്ധമാണ് എന്ന് അറിയുക. ഓം ഭജത് ഭുവേ നമഃ എന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രാർത്ഥന. നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രം ഞാൻ പറഞ്ഞു. ചിത്ര വിശേഷപ്പെട്ട നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ 9 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ഉത്രമത്തം ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളിലും ചിത്ര നക്ഷത്രമുണ്ട്. പക്ഷേ ഈ 9 നക്ഷത്രങ്ങളിലും ഉത്രം, ചിത്ര, രേവതി ഈ 3 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങളാണ്. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മകാ, ചിത്രാജ, രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം എന്ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. വാങ്ങരുത്, കൊടുക്കരുത്, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. നാളെ ഭൂമിപരമായ വിഷയങ്ങൾക്കെല്ലാം ഇറങ്ങിത്തിരിച്ചാൽ പെട്ടെന്ന് ഗുണം ലഭിക്കും. നാളെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്താൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. പുതു വർഷത്തിലെ ആദ്യത്തെ ദിനമെന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നാളെ 2026 ആഗസ്റ്റ് 17-ാം തീയതിയാണ്. നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും ശുഭമായ മുഹൂർത്തവും കാലത്ത് 11:20 മുതൽ 12:15 വരെയുള്ള സമയം. വാങ്ങൽ കൊടുക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചിത്രനക്ഷത്രം വളരെ ഗുണമാണ്. സധൈര്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നന്നായി പ്രാർത്ഥിക്കുക. ഏതായാലും ഒരു പുതുവത്സര ആശംസകൾ. നല്ല ദിനത്തിൽ നിങ്ങളെ പ്രിയപ്പെട്ട നാളത്തെ ദിനം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.